മതവിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ അടിച്ചമർത്തുകയും അവരെ വേട്ടയാടുകയും ചെയ്യുന്നവരുണ്ട്. രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടും മുത്തലാഖ് ചൊല്ലി ഇപ്പോഴും ദാമ്പത്യ ബന്ധം വേർപ്പെടുത്തുന്നവരെ കാണാം. ഇത്തരം മതനിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം കുടുംബജീവിതം പോലും ബലികഴിക്കപ്പെടേണ്ടി വരുന്ന യുവതികളുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമാണ്. കാസർഗോഡ് ദേലമ്പാടി സ്വദേശിനിയായ യുവതിയെ മതപ്രഭാഷകനായ ഭർത്താവാണ് മുത്തലാഖ് ചൊല്ലിയത്. സംഭവത്തിൽ കർണാടക ഈശ്വരമംഗലം സ്വദേശി ഇബ്രാഹിം ബാദുഷയ്ക്കെതിരെ ആദൂർ പോലീസ് കേസെടുത്തു. സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം മർദ്ദിച്ചതായും ഗർഭിണിയായിരിക്കുമ്പോഴും ക്രൂരത നേരിട്ടതായും യുവതിയുടെ പരാതിയിൽ പറയുന്നു. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ദേലമ്പാടി സ്വദേശിനിയായ 22-കാരിയുടെ പരാതിയിലാണ് കേസ്. സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം മർദ്ദിച്ചെന്നും തുടർന്ന് മുത്തലാഖ് ചൊല്ലി വിവാഹമോചനം നടത്തിയെന്നുമാണ് പരാതി. കുമ്പടാജെ പഞ്ചായത്തിലെ ബെലിഞ്ചയിലുള്ള ഹദാത് നഗർ ജുമാ മസ്ജിദിലെ മുഖ്യ മതപ്രഭാഷകനായ ഇബ്രാഹിം ബാദുഷയ്ക്കെതിരെയാണ് ആദൂർ പോലീസ് കേസെടുത്തത്. മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മൂന്നാമത്തെ കേസാണിത്. IPC സെക്ഷൻ 498A 2019 വിവാഹാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 3, 4 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. 2018 മെയ് 18-നാണ് മുസ്ലിം മതാചാര പ്രകാരം ഇവരുടെ വിവാഹം നടന്നത്. ഗർഭിണിയായിരിക്കെ ഭർത്താവിൽ നിന്നും ക്രൂരപീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നതായും യുവതി പരാതിയിൽ പറയുന്നു. ഒന്നര വർഷം മുൻപാണ് യുവതിയുടെ പിതാവ് ഹൃദയാഘാതം മൂലം മരിച്ചത്. മുത്തലാഖ് ചൊല്ലുന്നത് വരെ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ലെന്നും യുവതി പറയുന്നു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് 2 വയസ്സുള്ള മകളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് രക്ഷപ്പെട്ടത്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കല്ലൂരാബി സ്വദേശിനിയായ യുവതിയെ വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയതിന് നേരത്തെ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കേസായിരുന്നു അത്. ന്യൂസ് 18 കാസർഗോഡ്.